ഞാൻ അത്യാവശ്യം വെയിലൊക്കെ കൊള്ളാറുണ്ട്. സോ എനിക്ക് വൈറ്റമിൻ D3 സപ്ലിമെന്റ് ആവശ്യമില്ല. അങ്ങനെ എന്റെ അടുത്ത് ഒരാൾ പറഞ്ഞിരുന്നു. പക്ഷേ അത് അങ്ങനെയല്ല വർക്കാവും. കാൽഷ്യം അബ്സോർപ്ഷൻ, ബോൺ ഹെൽത്ത്, ഈവൻ മൂഡ് സ്റ്റെബിലൈസേഷൻ ഒക്കെ വൈറ്റമിൻ D വളരെ ഇമ്പോർട്ടന്റ് ആണ്. മെജോറിറ്റി ആളുകളും വിചാരിക്കുന്നത് സൺലൈറ്റിൽ വൈറ്റമിൻ D ഉണ്ട്, അത് നേരെ ബോഡിയിലേക്ക് കയറും എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. സൺലൈറ്റിൽ അൾട്രാ വയലറ്റ് റേസ് ഉണ്ട്. അത് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, എ ഉണ്ട് ബി ഉണ്ട്. ഇതില് UVB റേസ് സ്കിന്നിൽ ടച്ച് ചെയ്യുമ്പോൾ സ്കിന്നിലുള്ള ഒരു കോമ്പൗണ്ട് 7-ഡീഹൈഡ്രോ കൊളസ്ട്രോൾ അത് പ്രീ വൈറ്റമിൻ D3 ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ പ്രീ വൈറ്റമിൻ D3 ഫർദർ കുറച്ച് ബയോകെമിക്കൽ റിയാക്ഷൻ ഒക്കെ ലിവറിലും കിഡ്നിയിലൊക്കെ നടന്നതിന് ശേഷം വൈറ്റമിൻ D ആയിട്ട് കൺവേർട്ട് ചെയ്യും. ബട്ട് ഇത് എല്ലാവർക്കും പ്രോപ്പർ ആയിട്ട് നടക്കില്ല. ആൻഡ് ഇത് ചില ഫാക്ടേഴ്സിനെ ഡിപെൻഡ് ചെയ്യും. ഫസ്റ്റ് വൺ, സ്കിൻ കളർ. ഡാർക്ക് സ്കിൻ ആയിട്ടുള്ള ആൾക്കാരിൽ മെലാനിന്റെ ലെവൽ കൂടുതലായിരിക്കും. അപ്പൊ മെലാനിൻ കൂടുതലുള്ള ആൾക്കാർക്ക് വൈറ്റമിൻ ഡിയുടെ പ്രൊഡക്ഷൻ വളരെ രീതിയിൽ കുറയും. അതുപോലെ തന്നെ ടൈം ഓഫ് സൺ എക്സ്പോഷർ ആൻഡ് ആംഗിൾ. നിങ്ങൾ രാവിലെയാണോ എക്സ്പോഷർ കിട്ടുന്നത്, ഉച്ചയ്ക്കാണോ, ഈവനിംഗ് ആണോ, അതെല്ലാം എഫക്ട് ചെയ്യും. നെക്സ്റ്റ് മേജർ തിങ്, ജിയോഗ്രാഫിക്കൽ ലൊക്കേഷൻ. ഇക്വേറ്ററിന്റെ അടുത്താണ് കൂടുതലെങ്കിൽ ഈ വൈറ്റമിൻ ബിയുടെ എക്സ്പോഷർ നല്ല രീതിയിൽ കിട്ടും. ഇന്ത്യയൊക്കെ വരുന്നത് ടുവേർഡ്സ് നോർത്തേൺ ഹെമിസ്ഫിയറിലായിട്ടാണ് വരുന്നത്. അപ്പൊ അതൊരു റീസൺ ആണ്. പിന്നെ നെക്സ്റ്റ്, സൺസ്ക്രീൻ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഏജ് ഒക്കെ ഒരു ഫാക്ടറാണ്. ഈ ഫാക്ടേഴ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എല്ലാവരും വൈറ്റമിൻ D ഡെഫിഷ്യന്റ് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. വൈറ്റമിൻ D3യുടെ റിക്വയർഡ് ഡെയിലി അലവൻസ് ഒക്കെ 600 ഇന്റർനാഷണൽ യൂണിറ്റ്സ് ആണ്. സോ മിനിമം എമൗണ്ട് എങ്കിലും മീറ്റ് ചെയ്യാൻ നോക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്.